ശ്രീ സത്യസായി ഭാഗവതം. സായി കൃപ തലമുറകളിലൂടെ. ഒരിക്കൽ ഭഗവാൻ പ്രഭാഷണ വേളയിൽ പറഞ്ഞു, ഡോക്ടർ ഗാധിയ MS ദീക്ഷിതിന്റെ പുത്രനാണ്. ഷിർദിയിലുണ്ടായിരുന്ന കാക്കാ സാഹേബ് ദീക്ഷിതിന്റെ കൊച്ചുമകൻ. ഡോക്ടർ ഗാധിയ കാക്കാ സാഹിബിനെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഗാധിയയുടെ പിതാവ് കാക്കാ സാഹിബിന്റെ ഡയറി എന്നെ കാണിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരുവന് ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും സ്വാമിയെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഡോക്ടർ ഗാധിയയുടെ പിതാവ് MS ദീക്ഷിത് വൃന്ദാവനത്തിൽ 30 വർഷം താമസിച്ചു. ഗാധിയയെ വൈദ്യശാസ്ത്രം പഠിപ്പിക്കാൻ ഞാനാണ് ദീക്ഷിതിനെ പ്രേരിപ്പിച്ച് മണിപ്പാലിൽ അയപ്പിച്ചത്. പിന്നെ ലണ്ടനിൽ പോകാൻ നിർബന്ധിച്ചു. അങ്ങനെ ഈ വ്യക്തിക്ക് സായിബാബയുമായുള്ള ബന്ധം പ്രപിതാക്കന്മാരുടെ കാലം മുതലേ ഉള്ളതാണ്. ഇക്കാര്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബാധകം. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്കാർക്കും ഇവിടെ ഒരിക്കലും വരാൻ ഒരു തരത്തിലും കഴിയില്ല. നിരവധി പൂർവജന്മങ്ങളിൽ സത്കർമ്മങ്ങളിലൂടെ കിട്ടിയ സൗഭാഗ്യം, പുണ്യം, ഇതുമാത്രം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പാതയിൽ പ്രവേശിക്കാനായത്. ഭാരതത്തിൽ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അതിൽ എത്ര പേർക്ക് ഇവിടെ വരാൻ കഴിയുന്നു? പലരും ഇതിന് തീവ്രമായി കൊതിക്കുന്നു, പക്ഷേ അവർക്ക് കഴിയുന്നില്ല. ഈ പുണ്യസങ്കേതത്തിൽ നിങ്ങൾക്ക് എത്തുവാനായത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. സായീശ്വരനെ കാണാനും സായി ചരിതം കേൾക്കാനും നമുക്ക് കഴിയുന്നതിന്റെ കാരണവും ഇതുതന്നെ. സപ്തർഷികൾ സായിനാഥൻ അരികിൽ. വൈകുണ്ഠ ഏകാദശി നാളിൽ ശ്രീ മഹാവിഷ്ണു വൈകുണ്ഠത്തിലെ വടക്കേ കവാടത്തിലൂടെ ഭക്തർക്ക് ദർശനമേകുന്നുവെന്ന് പുരാണ ഗ്രന്ഥങ്ങൾ. വൈകുണ്ഠം ഇപ്പോഴിതാ പ്രശാന്തി നിലയത്തിൽ. രാജാ റെഡ്ഡി ഉത്തമ സായി ഭക്തൻ. അദ്ദേഹം പ്രശാന്തി നിലയത്തിന്റെ 1-ാം നിലയിലെ വരാന്തയിൽ ഉറക്കത്തിലാണ്. അർദ്ധരാത്രിയായി. രാജാ റെഡ്ഡി ഉണർന്നു. സ്വാമിയുടെ മുറിയുടെ വാതിൽ കുറച്ചു തുറന്നു കിടക്കുന്നുണ്ട്. മുറിക്കകം തേജോപൂരം. ഈ അസമയത്ത് എന്താ ഇത്ര പ്രകാശം? അത്ഭുതത്തോടെ രാജാ റെഡ്ഡി ശബ്ദമുണ്ടാക്കാതെ ഇരുന്നു കൊണ്ട് തന്നെ നിരങ്ങി നീങ്ങി വാതിലിനരികിലെത്തി. വാതിലിനിടയിലൂടെ ഒളിഞ്ഞു നോക്കി. ഹാവൂ! ഭഗവാൻ ശ്രീസായിയുടെ തൃപ്പാദ പത്മങ്ങളിൽ ദേവീദേവന്മാർ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അവരിൽ നിന്നും അത്ഭുതകരമായ പ്രകാശം പ്രസരിക്കുകയാണ്. ആദിശേഷൻ ഒരുക്കിയ തൽപ്പത്തിൽ മഹാവിഷ്ണുവിനെ പോലെ സ്വാമി ചെരിഞ്ഞു കിടക്കുന്നു. അവരുടെ പ്രണാമങ്ങൾ സ്വീകരിക്കുന്നു. സ്വാമിയുടെ മെത്തയ്ക്ക് ചുറ്റുമായി 7 അഗ്നിജ്വാലകൾ. രാജാ റെഡ്ഡി പകച്ചുപോയി. അദ്ദേഹം പരിഭ്രമത്തോടെ നിരങ്ങി നീങ്ങി തിരിച്ചു വരാന്തയിലെത്തി. നീണ്ടു കിടന്നു. ഉറക്കം വരുന്നില്ല. പിറ്റേന്ന് റെഡ്ഡി സ്വാമിയോട് തിരക്കി, സ്വാമി, ആരായിരുന്നു അവരൊക്കെ? എന്റെ ദർശനത്തിനായി എത്തിയ ദേവതകൾ. ജ്വാലയായി നീ കണ്ടത് സപ്തർഷികളെയാണ്. അപ്പോൾ എന്റെ കൃപയാൽ നീ സംരക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ ജീവനോടിരിക്കുന്നു. അല്ലെങ്കിൽ ആ ദർശന നിമിഷം തന്നെ നീ ദഹിച്ച് ഭസ്മമാകുമായിരുന്നു. ആദിപിതാക്കൾ. അന്ന് നവംബർ 25, വർഷം 1958. പ്രശാന്തി നിലയത്തിൽ സ്വാമിയുടെ പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ശേഷം വെങ്കിട്ടരാമനും കുടുംബവും കാറിൽ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. അവരുടെ കൈക്കുഞ്ഞ് അനങ്ങുന്നില്ല. ശ്രദ്ധിച്ചപ്പോഴാണ് കുഞ്ഞിന്റെ ഗീതാസുധ ശ്വാസം നിലച്ചിരിക്കുന്നു. കുഞ്ഞ് മരിച്ചു, അല്ലെങ്കിൽ മരണത്തിന്റെ പിടിയിലാണെന്ന് അവർക്ക് ബോധ്യമായി. വണ്ടി നിർത്തി. പിടയുന്ന ഹൃദയത്തോടെ അവർ സഹായത്തിനായി കേണു. എവിടെ നിന്നെന്നറിയില്ല, ഒരു വൃദ്ധനായ കർഷകൻ വന്നു കുട്ടിയെ എടുത്തു. ആ സ്പർശന മാത്രയിൽ കുഞ്ഞ് ചലിക്കാനും കരയാനും ആരംഭിച്ചു. മരിച്ചെന്ന് കരുതിയിരുന്ന കുഞ്ഞ് കൈകാലിട്ടടിച്ച് ജീവന്റെ ലക്ഷണം കാണിച്ചു തുടങ്ങി. കുഞ്ഞിന്റെ പിതാവ് വെങ്കിട്ടരാമൻ കൃതജ്ഞതാപൂർവം 1 രൂപ അജ്ഞാതനായ സഹായിക്ക് നൽകി. അദ്ദേഹം അത് വിനയപൂർവ്വം നിരസിച്ചു. അങ്ങയുടെ പേര്? വെങ്കിട്ടരാമൻ തിരക്കി. ജോഡി ആദിപ്പള്ളി സോമപ്പ, വൃദ്ധൻ പറഞ്ഞു. പിന്നീട് ഈ സംഭവം സ്വാമി കസ്തൂരിയോട് വിവരിക്കുകയുണ്ടായി. ഞാൻ അവിടെ ചെന്നു, വൃദ്ധനായ ഗ്രാമീണന്റെ രൂപത്തിൽ. സ്വാമി തുടർന്നു, ഞാനാണ് മരിച്ചു കഴിഞ്ഞ കുഞ്ഞിന് വീണ്ടും ജീവൻ നൽകിയത്. സ്വാമി എന്തുകൊണ്ട് ഈ പ്രത്യേക നാമം സ്വീകരിച്ചു? അതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നറിയാൻ കസ്തൂരി ആഗ്രഹിച്ചു. ഭഗവാൻ വിശദീകരിച്ചു. ആദിപ്പള്ളി എന്നാൽ മൂലഗ്രാമം, അതായത് യഥാർത്ഥ സ്ഥാനം. അത് മറ്റൊന്നുമല്ല, കൈലാസം തന്നെ, ശ്രീ പരമേശ്വരന്റെ വാസസ്ഥാനം.
ജോഡി എന്നാൽ രണ്ട്, സോമപ്പ എന്നാൽ ഉമയും മഹേശ്വരനും, അതായത് ശിവനും ശക്തിയും. ഇങ്ങനെ ഭഗവാൻ ശ്രീ സത്യസായിബാബ താൻ ആരെന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തി. ഭർത്തിപുരീശ്വരൻ ശിവശക്തി സ്വരൂപൻ തന്നെ. എനിക്കറിയാം, നിനക്കറിയില്ല. സത്യസായിബാബ കേരളത്തിൽ സഞ്ചരിക്കുന്ന സമയം ഭക്തന്മാരുടെ അപേക്ഷ പ്രകാരം സ്വാമി തിരുവനന്തപുരത്തിന് സമീപമുള്ള ഗ്രാമം സന്ദർശിച്ചു. സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഭഗവന്തം. ധാരാളം ഭക്തന്മാർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനക്കൂട്ടത്തിലിരിക്കുന്ന ഒരു വൃദ്ധയെ ചൂണ്ടി സമീപം ഉണ്ടായിരുന്ന ഭഗവന്തത്തോട് സ്വാമി പറഞ്ഞു, ആ വൃദ്ധയെ അവരുടെ നന്നേ ചെറുപ്പകാലം മുതലേ തനിക്കറിയാം. ഡോക്ടർ ഭഗവന്തം അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഓർത്തു, ബാബ എത്രയോ ചെറുപ്പം, അവരാകട്ടെ പടുവൃദ്ധയെന്ന് കണ്ടാലറിയാം. അവരുടെ ചെറുപ്പകാലം എങ്ങനെ സ്വാമി അറിയും? ഭഗവന്തം സ്വാമിയോട് ചോദിച്ചു, ബാബ, അവിടത്തേക്ക് ഇപ്പോൾ 30 വയസ്സായി. ആ വൃദ്ധ 70കളിലായിരിക്കും. അവിടത്തേക്ക് എങ്ങനെ അവരെ കുട്ടിക്കാലം മുതലേ അറിയാനാകും? പൂർവാവതാരത്തിൽ അവരെ തനിക്ക് അറിയാമെന്ന് ബാബ സംശയലേശം എന്നെ വ്യക്തമാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഭഗവന്തം ജനക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അദ്ദേഹം ശാന്തമായി വൃദ്ധയുടെ അടുത്തെത്തി അവരുമായി സംസാരിച്ചു. പിന്നെ ചോദിച്ചു, അമ്മ ഷിർഡിയിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? വൃദ്ധ മറുപടി പറഞ്ഞു, ഞാൻ നല്ല കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ മാമനും പിതാവിൻ്റെ ഇളയ സഹോദരനും ബാബാ ദർശനത്തിനായി എന്നെ ഷിർഡിയിൽ കൊണ്ടുപോയി. ബാബ എനിക്കൊരു പതക്കം നൽകി. അതിപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട്. അവർ അത് ഭഗവന്തത്തെ കാണിച്ചു. ഭഗവാൻ അർജുനോട് അരുളിയ കാര്യം ഓർമ്മിക്കുക. അർജുന, ഈ അനശ്വര യോഗം ഞാൻ വളരെ പണ്ട് വിവസ്വാനെ പഠിപ്പിച്ചു. വിവസ്വാൻ മനുവിനെയും മനു പുത്രനായ ഇക്ഷ്വാകുവിനും അത് ഉപദേശിച്ചു. ഞാനിതാ വീണ്ടും ഈ പുരാതന യോഗം നിനക്കു നൽകുകയാണ്. അർജുനൻ ചോദിച്ചു, കൃഷ്ണ, സൂര്യഭഗവാൻ പ്രപഞ്ച സൃഷ്ടി മുതലുണ്ട്. അവിടുന്ന് ആകട്ടെ ഇക്കാലത്ത് ജനിച്ചതും. അവിടുന്ന് വളരെ പണ്ട് സൂര്യനെ പഠിപ്പിച്ചു എന്നത് എങ്ങനെ സാധ്യമാകും? ശ്രീകൃഷ്ണ ഭഗവാൻ വിശദീകരിച്ചു, ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരം തപ. അർജുന, എനിക്കും നിനക്കും ധാരാളം ജന്മങ്ങൾ കടന്നുപോയി. എനിക്കതെല്ലാം അറിയാം. നിനക്കാട്ടെ അതറിയില്ല. ഓം തത്സത്.